ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കിയത് ഓട്ടടാണ് കേട്ടോ. നല്ല ഓട്ടടാണ്. ഇതങ്ങനെ കുഴഞ്ഞിരിക്കണുണ്ടോ, നല്ല പതമുള്ള സംഭവം. പിന്നെ ഇതൊക്കെ അങ്ങനെ തന്നെ. ഇതിൻ്റെ അടിയൊന്നും അങ്ങനെ ആയില്ല. ചിലത് മാത്രം ചെറുങ്ങനെ, ഇത് കരിന്ന് പറയാൻ പറ്റില്ല, ചെറുങ്ങനെ ഒന്ന് കാഴ്ച നല്ല രസമുള്ള കാഴ്ച. ഇതൊക്കെ നല്ല നിറമുള്ളതാണ് കേട്ടോ. നമ്മളിന്ന് ഓട്ടടാക്കാൻ വിചാരിച്ചു. ഉണ്ട് ഓട്ടട അവർക്ക് കറിയും കൂട്ടി തിന്നാം. ഇഷ്ടമായി അവനാൻ്റെ ഇഷ്ടം കേട്ടോ. കറി കൂട്ടുന്നവർക്ക് കറിയും കൂട്ടി തിന്നാം. തേങ്ങാപ്പാലുണ്ടാക്കിയ തേങ്ങാപ്പാലാക്കി തിന്നാം. 2 തേങ്ങൻ്റെ പാലാണ് അത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് കുറുങ്ങനെ വേണം. ഈ കുറുങ്ങനെ ഉണ്ടാകുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നു. തിന്നാനുള്ള ആൾക്കാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വേറെന്താ, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും സുഖമാണോ? സുഖമായിരിക്കട്ടെ. ഇതങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഇങ്ങനെ കളിച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ വെക്കണം. എന്നാലെന്താ അറിയോ, ഒന്നിൻ്റെ കരി ഒന്നിമേലേക്കാവില്ല. കരി അധികം ഇല്ല എന്നിട്ട് കാര്യമില്ല, ചെറിയ കരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒക്കെ അങ്ങനെ തന്നെ ഇതാ ഓരോന്നിൻ്റെ ഇതായി പോകുന്നതാണ്. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ. ഈ ലോകം പരലോകം നന്നാക്കട്ടെ. ഞങ്ങളെല്ലാവരും ഹലാലായ ഉദ്ദേശങ്ങളും ലോകത്തിലെല്ലാവർക്കും, എൻ്റെ ലൈവിൽ വരുന്ന എല്ലാ മക്കൾക്കും, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും എല്ലാവർക്കും, എൻ്റെ കൂട്ടുകുടുംബങ്ങൾക്കും, ആങ്ങള, അനിയത്തിമാർ, ഞാൻ, ഭർത്താവ്, മക്കൾ, പേരക്കുട്ടികൾ, മരുമക്കൾ, എത്തിമക്കൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ഗൾഫിലുള്ളവർ, നമ്മൾ ഈ നാട്ടിലുള്ളവർ, എല്ലാ ജനങ്ങൾക്കും ഉണ്ടാവും നല്ലത് കൊടുക്കട്ടെ. ആയുസ്സും ആരോഗ്യം ആഫിയത്തും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും കൊടുക്കട്ടെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും സഫലമാക്കി തരട്ടെ. പിന്നെ വീടില്ലാത്തവർക്ക് വീടാക്കി കൊടുക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളാവട്ടെ. അങ്ങനെ ഓരോരുത്തർ ദുആ ചെയ്യാൻ പറയും. എപ്പോഴും ചെയ്യണം കേട്ടോ. അതിലാണോ ദുആ എന്ന് ചോദിക്കും. ഞാൻ ഏതായാലും പറഞ്ഞ് തങ്ങിപ്പോയി, എന്നെക്കൊണ്ട് പറയാണ്. എല്ലാവരും ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാതെ സഫലമാക്കി തരട്ടെ. എല്ലാവരും ജോലിയിലും അല്ലാതെ ബർക്കത്തിനെ കൊടുക്കട്ടെ. ഇത് ഞാൻ ഉപ്പാക്കി വെക്കുന്ന കേട്ടോ. ചെറിയൊരു കുഞ്ഞ് സ്പൂണുണ്ടോ, ഇതിലിങ്ങനെ തീർന്നിക്കണം. ഉപ്പ് കൊണ്ടുവെക്കണമെങ്കിൽ ഉപ്പൊക്കെ തീർന്നിക്കണം. ഇങ്ങനെ കോരിയിട്ട് ആവശ്യമുള്ളവർക്ക് എടുക്കാമല്ലോ. ഈ ഉപ്പ് നിറയ്ക്കണം ഇതിൽ. വേറെ എന്താ, എന്നായിക്കോട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പപ്പടത്തിൻ്റെ പാത്രമാണ്. കുട്ടീൻ്റെ ബാക്കിയുള്ളത് ഇങ്ങനെ വെച്ചാണ്. ഇതിലിട്ടാൽ എന്താ പറയുക, മുരിഞ്ഞും കൊണ്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, പ്ലീസ് എല്ലാവരും ഹെൽപ്പ് ചെയ്യട്ടോ. ബായ്.